അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നൂഹ് നബി അലൈഹിസ്സലാം സത്യനിഷേധിയായ തൻ്റെ മകനോട് ധിക്കാരികളുടെ കൂട്ടത്തിൽ നിന്ന് മാറി സത്യവിശ്വാസികളോടൊപ്പം ചേർന്ന് കപ്പലിൽ കയറാൻ സ്നേഹപൂർവം ആവശ്യപ്പെട്ടതാണല്ലോ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. ഇതിന് മറുപടിയായിക്കൊണ്ട് ആ മകൻ പറഞ്ഞത്, ഞാൻ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളാം എന്നാണ്. ആ സമയത്ത് പർവ്വതത്തിൻ്റെ ഉയരത്തിൽ വെള്ളമെത്തുകയില്ല എന്ന ധാരണയിലാണ് മകൻ പർവ്വതത്തിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളാം, എന്നാലും നിങ്ങളോടൊപ്പമില്ല എന്ന് നൂഹ് നബിയോട് പറഞ്ഞത്. അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം അവനോട് പറഞ്ഞു, നീ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു വെള്ളപ്പൊക്കമല്ല ഇത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ്. ഇതിൽ നിന്ന് സത്യവിശ്വാസിയായിക്കൊണ്ട് ഈ കപ്പലിൽ കയറാതെ നിനക്കല്ല ആർക്കും രക്ഷപ്പെടാൻ കഴിയുകയില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം മാത്രമേ ഇവിടെ രക്ഷക്കായുള്ളൂ. എന്നാൽ മകൻ അതൊക്കെ അവഗണിച്ചു. നൂഹ് നബിയുടെ മുമ്പിൽ വെച്ച് തന്നെ ആ മകൻ വെള്ളത്തിൽ മുങ്ങി നശിച്ചു. ഇന്ന് പഠിക്കുന്ന 43-ാമത്തെ ആയത്തിൽ ഇക്കാര്യമാണ് പറയുന്നത്. ഖാല സആവി ഇലാ ജബലി യഅസിമുനി മിനൽ മാ ഖാല ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മർ റഹിം വഹാല ബൈനഹുമൽ മൗജു ഫകാന മിനൽ മുഗ്റഖീൻ. ഖാല, അവൻ പറഞ്ഞു, നൂഹ് നബി കപ്പലിൽ കയറാൻ ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ ആ മകൻ പറഞ്ഞു, സആവി ഇല ജബലിൻ, ഞാൻ ഒരു മലയിൽ അഭയം പ്രാപിച്ചു കൊള്ളാം. സആവി, ഞാൻ അഭയം തേടിക്കൊള്ളാം, ഞാൻ കയറിപ്പോവുക തന്നെ ചെയ്യും. ഇല ജബലിൻ, ഒരു മലമുകളിലേക്ക്, ഞാൻ ഉയരമുള്ള വല്ല മലമുകളിലും കയറി രക്ഷപ്പെട്ടുകൊള്ളാം, എന്നാലും നിങ്ങളോടൊപ്പമില്ല എന്നാണ് ആ മകൻ പറഞ്ഞത്. യഅസിമുനി മിനൽ മാ, അത് എന്നെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊള്ളും. ആ പർവ്വതം എന്നെ രക്ഷപ്പെടുത്തിക്കൊള്ളും എന്ന് പറഞ്ഞാൽ ആ പർവ്വതത്തിൽ ഓടിക്കയറി ഞാൻ രക്ഷപ്പെട്ടുകൊള്ളാം. അത്രയൊന്നും ഉയരത്തിൽ വെള്ളം വരില്ലല്ലോ എന്ന അർത്ഥത്തിലാണ് ആ വർത്തമാനം പറയുന്നത്. ഖാല, അപ്പോൾ നൂഹ് നബി അവനോട് പറഞ്ഞു, ലാ ആസിമൽ യൗം, ഇന്ന് രക്ഷിക്കുന്നതായിട്ട് ഒന്നുമില്ല, മിൻ അംരില്ലാ, അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ നിന്ന്, ഇല്ലാ മർ റഹിമ, അവൻ കാരുണ്യം നൽകിയവനല്ലാതെ. കപ്പലിലുള്ളവരെ രക്ഷപ്പെടുത്തുകയും ബാക്കിയുള്ളവരെയൊക്കെ മുക്കി നശിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അള്ളാഹുവിൻ്റെ ഇന്നത്തെ തീരുമാനം. ആ ശിക്ഷയിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ആ തീരുമാനത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരാൾക്കുമാവുകയില്ല. നീ വിചാരിക്കുന്നത് പോലെ പർവ്വതത്തിൽ കയറിയാലൊന്നും നിനക്ക് രക്ഷപ്പെടാനാവില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യമൊന്നു മാത്രമേ ഇവിടെ രക്ഷയായിട്ടുള്ളൂ. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അവൻ രക്ഷപ്പെടുത്താൻ ഉദ്ദേശിച്ചവർക്കല്ലാതെ ഈ ശിക്ഷയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. വഹാല ബൈനഹുമാ, അങ്ങനെ അവർക്കിടയിൽ മറയിട്ടു. ആ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നൂഹ് നബിക്കും മകനുമിടയിൽ മറയിട്ടു. അൽ മൗജു, തിരമാല, വലിയൊരു തിരമാല അവിടെ ഒഴുകി. അവരുടെ ഈ സംഭാഷണം നടന്നുകൊണ്ടിരിക്കെ വലിയ തിരമാല നൂഹ് നബിയുടെ മകൻ്റെ നേരെ വന്നു. നൂഹ് നബിക്ക് മകനെ കാണാൻ പറ്റാതായി. ഫകാന മിനൽ മുഗ്റഖീൻ, അപ്പോൾ അവൻ മുങ്ങി നശിക്കുന്നവരുടെ കൂട്ടത്തിലായി. മറ്റു നിഷേധികളെപ്പോലെ അവനും അവരുടെ കൂട്ടത്തിൽ മുങ്ങി നശിച്ചു. തൻ്റെ പ്രബോധന രംഗത്ത് വിവിധങ്ങളായ ഒരുപാട് പരീക്ഷണങ്ങൾ നൂഹ് നബി അലൈഹിസ്സലാം നേരിട്ടു. അതിലവസാനത്തെ പരീക്ഷണമായിരുന്നു തൻ്റെ കൺമുന്നിൽ വെച്ച് തൻ്റെ മക്കളിൽ ഒരാൾ മുങ്ങി മരിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരിക എന്നത്. അള്ളാഹുവിൻ്റെ തീരുമാനവും പരീക്ഷണവുമായിരുന്നു അത്. തുടർന്ന് അടുത്ത ആയത്തിൽ പറയുന്നത്, പ്രളയം അവസാനിച്ച് വെള്ളമിറങ്ങി കപ്പൽ ജ്യോതി പർവ്വതത്തിൽ വന്ന് നിന്നതിനെക്കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് അത് നാളെ പഠിക്കാം. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ പതറാതെ ഈമാനോടുകൂടി ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.